LDF നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് റാലിയും പൊതുസമ്മേളനവും നടത്തി. നാട്ടികയിൽ നിന്നും ആരംഭിച്ച പ്രകടനം തൃപ്രയാർ പോളി ജംഗ്ഷൻ പരിസരത്ത് സമാപിച്ചു. INL സംസ്ഥാന വൈസ് പ്രസിഡന്റ് KP ഇസ്മായിൽ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ തന്നെ ഭരണഘടനയുടെ അന്തസ്സത്ത തകർക്കുന്ന രീതിയിലുള്ള നിയമനിർമ്മാണങ്ങൾ എമ്പാടും നടത്തിയിട്ടുണ്ട്. പലതിനും സുപ്രീം കോടതി ഇടപെട്ടുകൊണ്ട് റദ്ദാക്കിക്കൊണ്ടിരിക്കണം, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ ഒരു പ്രകടനം കഴിഞ്ഞു, ആ പ്രകടനം കഴിഞ്ഞ് വന്ന് ഇവിടെയുള്ള കസാരയിൽ നിങ്ങളൊക്കെ ഇരുന്നു. ആ കസാരയിൽ നമ്മൾ ഓരോരുത്തരും ഇരുന്നപ്പോൾ തൊട്ടടുത്ത് ഇരിക്കണവന്റെ ജാതി ഏതാണ്, മതം ഏതാണ് നോക്കിയോ? ഇല്ല. എന്തുകൊണ്ട് നോക്കിയില്ല? ഇന്ത്യന്റെ ഭരണഘടന അങ്ങനെ ആയതുകൊണ്ട് നോക്കിയില്ല. 2024 ഈ വർഷത്തെ തെരഞ്ഞെടുപ്പിൽ BJP അധികാരത്തിൽ വന്നാൽ രാജ്യത്തിന്റെ ഭരണഘടന മനുസ്മൃതിയായിരിക്കും. മനുസ്മൃതിയായി കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ കസാരയിൽ ഇരിക്കാൻ സാധ്യമല്ല. ഞാനത് വിശദീകരിക്കേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം രാജ്യത്ത് കേരളത്തിലൊഴിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പല സംസ്ഥാനങ്ങളിലും ജാതീയമായ വേർതിരിവും മതപരമായ വേർതിരിവും അതിന്റെ അടിസ്ഥാനത്തിൽ പല സംസ്ഥാനങ്ങളിലും ഹിന്ദുത്വം ആദ്യമായി പരീക്ഷിക്കപ്പെട്ട ഗുജറാത്തിൽ ജാതി അടിസ്ഥാനത്തിൽ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇപ്പൊ ക്ഷത്രിയ വിഭാഗം എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷത്രിയരുടെ സമരം നടക്കുക. LDF നാട്ടിക കമ്മിറ്റിയുടെ പ്രസിഡന്റ് CS മണി അധ്യക്ഷത വഹിച്ചു. CPIM നാട്ടിക ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു, M സ്വർണലത ടീച്ചർ, CL ജോയ്, സുധീഷ്, UK ഗോപാലൻ, KK ജോബി, PSP നസീർ, സജിന പർവീൻ, MR ദിനേശൻ, LDF കമ്മിറ്റി കൺവീനർ KB ഹംസ, VV പ്രദീപ് എന്നിവർ സംസാരിച്ചു. പ്രകടനത്തിന് രജനി ബാബു, TV ശ്രീജിത്ത്, CK ശിവരാജൻ, AM ദിൽഷാദ്, KR ബിജു, പ്രഭ VR, PV രാധാകൃഷ്ണൻ, ER പ്രദീപ് എന്നിവർ നേതൃത്വം നൽകി.